കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിന് കോടതി ജാമ്യം അനുവദിച്ച സംഭവത്തിൽ പോലീസിനും അന്വേഷണ സംഘത്തിനുമെതിരെ കടുത്ത അതൃപ്തിയുമായി ആഭ്യന്തര വകുപ്പ്. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ച് മേധാവിയോട് സംഭവത്തിൽ വിശദീകരണം തേടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ രൂക്ഷമായ പാളിച്ചകൾ സംഭവിച്ചു എന്ന ആരോപണം ഉയർന്നതോടെ പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കാൻ തീരുമാനമായി. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനി കേസിന്റെ തുടരന്വേഷണം നടക്കുക. എന്താണ് കേസിൽ സംഭവിച്ചതെന്ന് വ്യക്തമായി അറിയാൻ ഉത്തരമേഖല IGയെ ചുമതലപ്പെടുത്തിയതായും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ തങ്ങൾക്കൊട്ടും വിശ്വാസമില്ലെന്ന് കൊല്ലപ്പെട്ട നിതിൻ രാജിന്റെ കുടുംബം തുറന്നടിക്കുകയായിരുന്നു. പോലീസും പ്രതിയും തമ്മിൽ ഒത്തുകളിച്ചതുകൊണ്ടാണ് ഡോക്ടർ റാമിന് ഇത്ര എളുപ്പത്തിൽ ജാമ്യം ലഭിച്ചതെന്ന് നിതിന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയുടെ വിശദീകരണം. കുടുംബത്തിന്റെ പരാതിയും സംശയങ്ങളും പൂർണ്ണമായും പരിഗണിച്ചാണ് അജിത ബീഗത്തിന് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതി റാമിനെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിൽ അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച പറ്റി. അറസ്റ്റ് ചെയ്ത വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ സമയബന്ധിതമായി അറിയിക്കാനും അന്വേഷണ സംഘം മറന്നു. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് എന്ന് വ്യക്തമായതോടെയാണ് കോടതി പ്രതിയെ വിട്ടയക്കാൻ ഉത്തരവിട്ടത്. കോടതി ഉത്തരവിന് പിന്നാലെ റാമിനെ വെറുതെ വിട്ടെങ്കിലും സംഭവത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവുകളാണ് ഉണ്ടായത്. കോടതി വളപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം വീണ്ടും ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ഈ നീക്കം പൂർണ്ണമായും നിയമവിരുദ്ധമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ M കിഷോർ കുമാർ പ്രതികരിച്ചു. അറസ്റ്റിൽ പോലീസ് കാണിച്ച അനാസ്ഥ മറച്ചുവെക്കാനാണ് ഈ നാടകീയ നീക്കങ്ങളെന്നും അദ്ദേഹം ആരോപിച്ചു. തുടർ നടപടികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യക്തമായ നിയമോപദേശം തേടിയ ശേഷമേ ഇനി റാമിനെതിരെയുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കൂ. നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാം 101-ാം ദിവസമാണ് പോലീസിന്റെ പിടിയിലായത്. ഹിമാചൽ പ്രദേശ് മുതൽ കന്യാകുമാരി വരെയാണ് പ്രതി കഴിഞ്ഞിരുന്നതെന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിതിൻ രാജ് ജീവനൊടുക്കിയ ഏപ്രിൽ 10 തന്നെ ഒളിവിൽ പോയ റാം ആന്ധ്രയിലെ ചിറ്റൂരിലുള്ള തന്റെ രാഷ്ട്രീയ സ്വാധീനവും പോലീസിനുള്ളിലെ വിവരച്ചോർച്ചയും മുതലെടുത്താണ് പ്രതിരോധ നിര തീർത്തത്. ക്ലീൻ ഷേവ് ചെയ്ത ചിത്രങ്ങളുമായി പോലീസ് അന്വേഷിച്ചിറങ്ങിയപ്പോൾ താടിയും മീശയും വളർത്തി വേഷം മാറി നടന്ന ഇയാളെ ബംഗളൂരുവിലെ മകളുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് ലഭിച്ച പുതിയ ഫോൺ നമ്പർ പിന്തുടർന്ന് കഴിഞ്ഞ ദിവസം പുലർച്ചെ 5 മണിയോടെ കുടകിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയത്.